വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഒരു റീസ്റ്റാക്ട് കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോവുക. പാച്ചിന് പകരം ഹെവി ആയിട്ട് എംബ്രോയിഡറി വിത്ത് നമ്മുടെ ഫേവറേറ്റ് ഉള്ള സെമി മൊഡാൽ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയും വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ്. ലാസ്റ്റ് ടൈം നമ്മൾ 4 കളേഴ്സാണ് ചെയ്ത്. ഈ തവണ ഹ്യൂജ് എൻക്വയറീസ് ഉള്ളതുകൊണ്ട് 6 കളർ ഷെയ്ഡ്സിലാണ് ഇത് റീസ്റ്റോക്ക് വന്നത്. ലാസ്റ്റ് ടൈം വന്ന കളേഴ്സ് വിത്ത് 2 കളേഴ്സ് അഡീഷണലി കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് നോക്കിയോളൂ. അതായത് യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ട വരുന്നത് പാച്ച് വർക്ക് ആണ് യോക്കിൽ വരുന്നത്. ഇത് കണ്ടാൽ നമ്മൾ ഡിസ്റ്റൻസിൽ നോക്കിയ ഒരു പാച്ച് വർക്ക് ആയിട്ട് ഫീൽ ചെയ്യാം. ബട്ട് പാച്ച് വർക്ക് അല്ല, ഇത് ഫുള്ളും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒരു എംബ്രോയിഡറി വർക്കാണ് യോക്കിൽ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഞാൻ ഇട്ടേക്കുന്ന കളറിൽ നിന്നും കുറച്ചുകൂടെ ഡാർക്ക് ആയിരുന്നു. അതൊരു ബ്ലാക്ക് ചെറിയാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതാണ് അതിലെ വർക്ക്. വളരെ ഹ്യൂജ് എൻക്വയറീസ് ഉള്ള ഒരു സെറ്റ് പാറ്റേൺ. അതിൻ്റെ ഫാബ്രിക് വന്നിട്ട് PV സിൽക്കാണ്. അത് വളരെ കൂളിംഗ് ഇഫക്റ്റ് ഉള്ള ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക്. ആ ഒരു ഫാബ്രിക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരും. വളരെ ഫൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ്, ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക്കാണ്. എല്ലാവർക്കും അറിയാം ഇത് ഹ്യൂജ് എൻക്വയറീസ് ഉള്ളത്. ഒരുപാട് ടൈം എടുത്തു ഇതിൻ്റെ ഒരു റീസ്റ്റോക്ക് വരാനായിട്ട്. ഇതാണ് കുറച്ച്, അതായത് ഈ ഫാബ്രിക് PV സിൽക്കല്ല കേട്ടോ, അതും സെമി മൊഡാൽ ഫാബ്രിക്കാണ് ടോപ്പിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ PV സിൽക്കൊക്കെ പോലെ തന്നെ അതിലും കുറച്ചുകൂടെ കൂളിംഗ് ഇഫക്റ്റ് ആണ് ഈ ഒരു ഫാബ്രിക് വരുമ്പം. അതിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക്. ഓവറോൾ ലുക്ക് ദുപ്പട്ട സെമി മൊഡാൽ ദുപ്പട്ട വിത്ത് അബ്സ്ട്രാക്ട് പ്രിന്റ്. അതിന് മേലെ ഫോയിൽ പാറ്റേൺ ചെയ്തേക്കുന്നു. അതിൻ്റെ ഡയമണ്ട് പോർഷൻ നോക്കുന്നുണ്ടോ, ഇങ്ങനെ വരും. സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് നെവി ബ്ലൂ ആണ്. ഇതിന്റെ കളർ ഷെയ്ഡ് പാറ്റേൺ സെയിം ഇതേപോലെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക്. അതായത് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്ന കുറേ കോമ്പിനേഷൻസ് ആണ് ടോപ്പിലെ എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. ഒരു ഡാർക്ക് ചിക്കു, അതുപോലെ ഒരു റെഡിഷ് മെറൂൺ, അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ് എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നത്. ഓവറോൾ ലുക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. അത് ഓവർ വർക്ക് ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ഫാബ്രിക് ആണ്. സെമി മുഡാലാണ് ഫാബ്രിക്. വളരെ കംഫർട്ടബിൾ ആണ് വിത്ത് യോക്ക് എംബ്രോയിഡറി. ദുപ്പട്ട ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയിലെ അബ്സ്ട്രാക്ട് പ്രിന്റ്. ഇത് ഡാർക്ക് വയലറ്റ് കളർ ഷെയ്ഡാണ്. ഇത് ഇതിലെ പുതിയൊരു കളർ ഷെയ്ഡാണ് ഈ തവണ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, നല്ല വിഡ്ത്ത് ഉണ്ട് ഫാബ്രിക്കിന്. ആൻഡ് ഓൺ ഡിസൈൻ ആയതുകൊണ്ട് 2.6 ആണ് ടോപ്പിന്റെ ലെങ്ത്. ടോപ്പിന്റെ ആ ഒരു എംബ്രോയിഡറി ദുപ്പട്ടയുടെ കോമ്പിനേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിലൊരു ഓറഞ്ചിന്റെയും ഒരു ചിക്കു പോലത്തെ കോമ്പിനേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു കോംബോ ആണ് ടോപ്പിലെ എംബ്രോയിഡറിയിൽ വന്നേക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സും ആൻഡ് ഫാബ്രിക്കും ആണ് ടോപ്പിന്റെയും ദുപ്പട്ടയുടെയും. സാൻഡൂൺ ബോട്ടം. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. മെറൂൺ ആണ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത്. അതിൽ വന്നിട്ട് പാറ്റേൺ സെയിം ഒരു നേവി ബ്ലൂ ചിക്കു കോമ്പിനേഷൻ. അത് തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയിൽ വന്നിട്ട് നേവി ബ്ലൂ ചിക്കു കോമ്പിനേഷൻസിലാണ് അബ്സ്ട്രാക്ട് പ്രിന്റ്. അതിന്മേലെ ഫുൾ ഫോയിൽ പ്രിന്റ്. വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. വളരെ ഫ്രണ്ട്ലി ആണ്. എങ്ങനെ ഇട്ടാലും അതേപോലെ തന്നെ സെറ്റ് ആയി കിടക്കുന്ന ദുപ്പട്ടയാണ്. അതും സെമി മോഡൽ ആയതുകൊണ്ട് പറയണ്ട, നല്ല കംഫർട്ടബിൾ ആണ്. വിത്ത് സാൻഡൂൺ സെയിം കളർ ബോട്ടം. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഈ ഒരു നല്ലൊരു ഡാർക്ക് ടെറാക്കോട്ട കളർ ഷെയ്ഡാണ്. ഇത് പുതിയ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പാറ്റേൺസ് സെയിം വിത്ത് സെയിം കളറിൽ വരുന്ന ബോട്ടം. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റാണ്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. 1190 ആണ് പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.